ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫാസ്റ്റ് റിയാക്ഷൻസിനെ കുറിച്ച് കണ്ടു. അപ്പോൾ ഫാസ്റ്റ് റിയാക്ഷനിൽ ഫ്ലോ മെത്തേഡിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഫ്ലാഷ് ഫോട്ടോളിസിസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഞാൻ വീഡിയോ ഓൺലി റിലാക്സേഷൻ മെത്തേഡിനെ കുറിച്ച് NMR മെത്തേഡിനെ കുറിച്ച് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ് റിലാക്സേഷൻ മെത്തേഡ്? റിലാക്സേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിയാക്ഷൻ നടക്കുന്നത്, ആ റിയാക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ അതൊരു ഇക്വിലിബ്രിയത്തിൽ അറ്റൻഡ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യുക, ആ ഇക്വിലിബ്രിയത്തിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുക. അപ്പോൾ ആ ഇക്വിലിബ്രിയത്തിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് അത് തിരിച്ച് വീണ്ടും ഇക്വിലിബ്രിയം എത്തുന്നത് വരെ ഉള്ള ആ ടൈമിനെയാണ് എന്ത് പറയുന്നത്, റിലാക്സേഷൻ ടൈം. ആദ്യം ഒരു ഇക്വിലിബ്രിയം ആയിരിക്കും അത് ഇനീഷ്യലായിട്ട് ഉണ്ടാവുക. പിന്നെ അതിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നുള്ളത് നോക്കുക. കുറച്ച് ടൈം കഴിഞ്ഞിട്ടെന്നല്ല, ആദ്യം ഒരു ഇനീഷ്യൽ ഇക്വിലിബ്രിയം ഉണ്ടാവും, പിന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യുക. അപ്പോൾ അത് തൊട്ടടുത്ത ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം, ദാറ്റ് ഈസ് ദ റിലാക്സേഷൻ ടൈം. അപ്പം നമ്മൾ എന്താണ് ഈ ഒരു റിലാക്സേഷൻ ടൈം ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഈ റേറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ഓരോരോ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ, പ്രഷർ, അങ്ങനത്തെ പല ഫാക്ടേഴ്സിനെ. അപ്പോൾ 2 മെത്തേഡ്സ് ആണ് മെയിനായിട്ട് ഈ ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്നിക്കൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇൻക്രീസിങ് ദി ടെമ്പറേച്ചർ, സഡൻ ഇൻക്രീസ് കൊടുക്കുക. അപ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് റിയാക്ഷൻ അവിടെ ഇക്വിലിബ്രിയം അറ്റൻഡ് ചെയ്യും. ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ നടത്തുന്നതിന് ടീജം മെത്തേഡ് എന്ന് പറയും. ഇനി നമ്മൾ അത് എങ്ങനെയാണ് എന്നുള്ള ജസ്റ്റ് കാര്യം ഒന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആദ്യം സിമ്പിളായിട്ടുള്ള ടൈപ്പ് എടുക്കാട്, അതായത് ഒരു റിയാക്റ്റന്റ് ഗിവ്സ് എ പ്രോഡക്റ്റ് സെറ്റ് ദാറ്റ് ഓൾസോ ബോത്ത് ആർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഓൾ ആർ ഇൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ അറ്റ് ഇനീഷ്യൽ ഇക്വിലിബ്രിയത്തിൽ, പിന്നെ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ സെഡ് എന്ന് പറയുന്നത് ഇസ് ഹാവിങ് എ സർട്ടൺ കോൺസെൻട്രേഷൻ. എന്താ, ആ ടി ജമ്പ് എക്വയർ ചെയ്യുന്നത് വരെയുള്ളതിന് അതിൽ സർട്ടൺ കോൺസെൻട്രേഷൻ ഉണ്ടാവും. പിന്നെ ആ ഒരു ടി ജമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വാല്യൂ അക്കോർഡിംഗ് ടു ഡെൽറ്റ എന്നനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ എന്താണ്, ആദ്യം ഒരു റിലാക്സേഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണിക്കാം. ഇത് ഒരു ഗ്രാഫ്. ആ ഗ്രാഫിൽ ആദ്യം എക്സ് ഉണ്ട്, ടൈം ഉണ്ട്, എക്സ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ അത് ആദ്യം ഒരു പിന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയി പോയിക്കൊണ്ടിരിക്കും. ആ ഇക്വിലിബ്രിയത്തിനെ പെട്ടെന്ന് ഡിസ്റ്റർബ് ചെയ്ത് അത് പെട്ടെന്ന് ആ ടെമ്പറേച്ചർ എന്താണ് അവിടെ സംഭവിക്കുന്നത്, പിന്നെ അടുത്ത ഒരു ടൈം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനുള്ള ആ ടൈം ഇവിടെ ജസ്റ്റ് എടുത്ത് പിന്നെ അടുത്ത ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ. ഈ ഒരു ടൈം വേരിയേഷൻ ആണ് എന്ത്, റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഫ്രം ദ ഷേപ്പ് ഓഫ് ദ കർവ് ഡ്യൂറിംഗ് ദ റിലാക്സേഷൻ ഫേസ് സം ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ്. ഈ ഒരു ടൈം എന്ന് പറയുന്ന ആ റേറ്റ് കോൺസ്റ്റന്റിന്റെ സം ആയിരിക്കും K1 + K-1. അതായത് ഫോർവേഡ് റിയാക്ഷന് ബാക്ക്വേർഡ് റിയാക്ഷന് സം. ഇനി ജസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ലെറ്റ് A0 ബി ദി സം ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് A ആൻഡ് Z ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് സർട്ടൻ ടൈമിൻ്റെ ടൈം എക്സ് കോൺസെൻട്രേഷൻ ഓഫ് സെഡ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ എന്താണ്, dx/dt എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതാം, K1 × A0 - x -K-1 × x. ഇനി ഇക്വിലിബ്രിയം നമ്മൾ അറ്റൈൻ ചെയ്യുമ്പോൾ എന്താണ്, എക്സ് വിൽ ബിക്കം എന്താവും, XC ആവും. ആ XCന്റെ വാല്യൂ കൊടുത്തിട്ടുള്ള ഇത് നമ്മൾ കൊടുത്ത് XC ആവുമ്പോൾ എന്ത് നമുക്കറിയാം, dx/dt എന്തായിരിക്കും, 0 ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഈ ഒരു റിലാക്സേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഡീവിയേഷൻ ഓഫ് എക്സ് ഫ്രം ദ ഇക്വിലിബ്രിയത്തിൽ നിന്ന് എന്താ വെച്ചാൽ ഡെൽറ്റ എക്സ് ആയിട്ട് മാറി. ആ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് മൈനസ് XC ആയിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് ഡെൽറ്റ എക്സ്/dt നമുക്ക് dx/dt ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ 3യും ഇക്വേഷൻ 2, അപ്പോൾ സബ്സ്ട്രേറ്റ് ചെയ്യാം. 3 ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് d∆x എന്ന് പറയുന്നത് എന്താ വെച്ച് കിട്ടും, x1 × XC - x + K-1 × XC - x. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 4 ആണ് എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നമുക്ക് XC - x ഇടയിൽ XC - x രണ്ടിൽ കോമൺ ആണല്ലേ. ഈ XC - x എന്താണ്, ശരിക്ക് ഡെൽറ്റ എക്സിന് തുല്യമാണ്. അപ്പം നമുക്ക് അടുത്ത ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, d∆x/dt = -K1 + K-1 ×
ഡെൽറ്റ എക്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഡെൽറ്റ എക്സ് വാരീസ് വിത്ത് ടൈം ഇൻ ദ സെയിം മാനർ on the concentration of reactant in first order reaction. സാധാരണ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടൈം ചേഞ്ച് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ ഡെൽറ്റ എക്സും ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞ്. ഇനി ഈ ഇക്വേഷൻ നമ്പറിനെ 5 ഇന്റഗ്രേറ്റ് ചെയ്ത് സബ്ജക്ട് ബൗണ്ടറി കണ്ടീഷൻ വെക്കുവാണ്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബൗണ്ടറി കണ്ടീഷൻ വെക്കുന്നത്. ദാറ്റ് വിൽ ബി t is equal to 0 to delta x0. അത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഇക്ലിബ്രിയം ഉണ്ടായിരുന്നു, പിന്നെ ഉള്ള ആ ടൈമിനെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ ഒരു റിലാക്സേഷനിൽ പിന്നെ അവിടുന്ന് വെച്ചിട്ടാണ് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അടുത്ത പിന്നെ ടൈമിലേക്ക് ഡെൽറ്റ x0 ചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ln ഡെൽറ്റ x0 ബൈ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു k1 പ്ലസ് k-1 ഇൻറ്റു ടി എന്നും വെക്കും. ഇക്വേഷൻ 5 ഈസ് ഇൻട്രസ്റ്റിംഗ് ആസ് ദ എന്താ പറയുക, ഈ ഇക്വേഷൻ 5 നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് ദ ഇക്വേഷൻ 6. ഇനി നമുക്ക് ഈ ഇക്വേഷൻ 5 എങ്ങനെ എഴുതാൻ പറ്റും? ഡി ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ടോ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ടോ. ഈ ടോ എന്താണ്? അപ്പം നമ്മൾ ചോദിക്കുക എന്താണ് ഈ ടോ? ടോ എന്ന് പറയുന്ന അന്നേരം നമുക്ക് 1/k1 പ്ലസ് k-1. ഈ ജസ്റ്റ് ഒരു ഇക്വേഷനെ നമ്മൾ 1/k1 പ്ലസ് k-1 നമുക്ക് എന്താ എഴുതാം? -k1/k ആക്കി എഴുതുന്നതിന് നമ്മൾ ജസ്റ്റ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ടോ എന്ന് എഴുതി. ടോ ഈസ് ദ റിലാക്സേഷൻ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/k പ്ലസ് k-1. ഇനി നമുക്ക് എന്താണ് ഇക്ലിബ്രിയം ആദ്യത്തെ ഇക്ലിബ്രിയം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് k1/k-1 ആണ് ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്ത് നമുക്കറിയാം? ടോ ഈസ് ഈക്വൽ ടു 1/k1 പ്ലസ് k-1. അപ്പൊ ഈ ഒരു വാല്യൂ ഒന്ന് ഓരോ ബോത്ത് k1ഉം k-1ഉം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു റിലാക്സേഷൻ മോഡിൽ നിന്ന് നമുക്ക് k1ന്റെയും k-1ന്റെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു. നെക്സ്റ്റ് വി ക്യാൻ ലുക്ക് on nuclear magnetic resonance. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ സീമൻ സ്പ്ലിറ്റിംഗ് ഓഫ് ന്യൂക്ലിയർ എനർജി ലെവലിലാണ്. ജസ്റ്റ് കാര്യം പറയുന്നതാണ്. ഇറ്റ് ഈസ് പിന്നെ സ്പെക്ട്ര എന്ന് പറയുന്നത് SR സ്പെക്ട്രത്തിന് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പക്ഷേ എന്താണ് റെസൊണൻസ് ഫ്രീക്വൻസീസ് ഡിഫറെൻറ്റ് കൺസിഡർ ഫ്രം ദ EPR ഫ്രീക്വൻസി. ഇനി ഇതിൽ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് EPR NMR ബാക്കി ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ് എന്നുള്ള കാര്യം. ഇനി എന്താണ്? ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിറ്റർമിനിങ്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് NMR യൂസിങ് ദി സ്പേസ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദി ലൈൻസിനെ വെച്ചിട്ടാണ്, അബ്സോർപ്ഷൻ ലൈൻസിനെ വെച്ചിട്ട് എന്താ റെസൊണൻസ് സ്പെക്ട്രത്തിലെ അബ്സോർപ്ഷൻ ലൈൻസിനെ വെച്ചിട്ടാണ് അതിലുള്ള നമ്മൾ എന്ത് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദ ചാർജ് കോസ്ഡ് ബൈ ദ കണ്ടീഷൻ സച്ച് ആസ് ടെമ്പറേച്ചർ ആൻഡ് എമൗണ്ട് ഓഫ് റെഫറൻസ് ആഡഡ്. അതിലെന്താണ്? ഇത്രയേ ഉള്ളൂ. അതിൻ്റെ തിയറി എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ റെസൊണൻസ് പിന്നെ സ്പ്ലിറ്റ് സ്പേസ് ആൻഡ് വിഡ്ത്ത് ഓഫ് അബ്സോർപ്ഷൻ ലൈൻസിൻ്റെ റെസൊണൻസ് സ്പെക്ട്ര. ഇനി NMR മെത്തേഡിൽ കൈനറ്റിക് ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ദ ബേസിസ് ഓഫ് ദിസ് മെത്തേഡ് ഇൻഫാക്ട് ടു കോമ്പൗണ്ട്സ് വിത്ത് ഡിഫറെൻറ്റ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോഡക്റ്റ് എന്താണ് ഇതിൻ്റെ തന്നെ റിയാക്ടൻ്റ് പ്രോഡക്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുക. എന്നുവെച്ചാൽ അതിൻ്റെ പിന്നെ ഷിഫ്റ്റിങ് എടുക്കുക. അന്നേരം എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിന്നെ പീക്ക് അല്ലെങ്കിൽ ഒരേപോലത്തെ പീക്ക് ഇട്ട് ചില സമയത്ത് ആ പീക്ക് വിത്ത് ഡിഫറൻസ് വരും. അങ്ങനെ പീക്ക് വിത്ത് ഡിഫറൻസ് വരുമ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരേ പീക്ക് അവിടെ രണ്ട് പീക്കൊന്നും കാണുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ ഹാസ് ദ വാല്യൂ ഓഫ് 1 എന്ന്, ഓൾ ടെമ്പറേച്ചറിൽ വാല്യൂ ഓഫ് 1 എന്ന് പറയാം. NMR സ്പ്ലിറ്റിംഗ് ഇല്ലെങ്കിൽ ഓൾ വാല്യൂ 1 ആണ് എന്നുള്ള കാര്യം പറയാൻ പറ്റും. അപ്പോൾ എന്താ പറയാൻ പറ്റുക? അങ്ങനെ 1 ആണെങ്കിൽ ദ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് റിലാക്സേഷൻ ടൈം ഫോർ ദ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് റിയാക്ഷൻ വുഡ് ബി ഈക്വൽ ടു 1 അനദർ അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നുള്ള
ലൈക്ക് ഒരു ചെറിയൊരു റിലാക്സേഷൻ മെത്തേഡാണിത്. അതായത് ആദ്യം നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും, പിന്നെ എന്താ ചെയ്യുന്നത്, പ്രോഡക്റ്റിനെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ കൺവേർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ രണ്ടിൻ്റെയും എന്താണ് നമ്മൾ എടുക്കുന്നത്, NMR എടുക്കുകയാണ്. അപ്പോൾ NMR എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പീക്ക് എന്ന് പറയുന്നത് വിഡ്ത്തും അതിൻ്റെ സ്പേസിങ്ങും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ തിയറി. ഇത്രയും കാര്യങ്ങൾ ഇത് അതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.